നമസ്കാരം. മുകേഷ് അംബാനിയുടെ മകൻ അനന്ത് അംബാനിയുടെ വിവാഹം രണ്ട് തരത്തിലുള്ള ചർച്ചകൾക്ക് നമ്മുടെ രാജ്യത്ത് ഇടം നൽകിയിരിക്കുകയാണ്. ഒന്ന്, അദ്ദേഹം വേണ്ട 5000 കോടി രൂപയോളം മുടക്കി നടത്തിയ കല്യാണം അഹങ്കാരമാണ്, ആഡംബരമാണ്, സുഹൃത്താണ്, പാവപ്പെട്ട മനുഷ്യർ ധാരാളമുള്ള നമ്മുടെ രാജ്യത്ത് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ശരിയാണോ എന്ന് ഒരു കൂട്ടർ ചോദിക്കുമ്പോൾ മറുഭാഗത്തുള്ളവർ പറയുന്നത് മുകേഷ് അംബാനി സ്വന്തമായി ഉണ്ടാക്കിയ പണം ആർക്കാണ് ചോദിക്കാൻ അവകാശം, ആർക്കാണ് ചോദിക്കാൻ അധികാരം? അദ്ദേഹത്തിന്റെ സ്വന്തം പണം ചെലവഴിച്ചു. അത് അദ്ദേഹത്തിൻ്റെ ഇഷ്ടമാണ്, സ്വാതന്ത്ര്യമാണ്. ഇതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട സംഭവം ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത് ശ്രീ രാഹുൽ ഗാന്ധിയുടെ ഈ വിവാഹത്തിലുണ്ടായിരുന്ന അസാന്നിധ്യമാണ്. അദ്ദേഹത്തിൻ്റെ അമ്മയോ സഹോദരി ആരും തന്നെ മുകേഷ് അംബാനിയുടെ മകൻ്റെ കല്യാണത്തിന് പങ്കെടുത്തില്ല. രാഹുൽ ഗാന്ധിക്ക് എന്താണ്, മുകേഷ് അംബാനിയുടെ അസൂയയാണോ, വിരോധമാണോ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അഹങ്കാരം കൊണ്ടാണോ പോകാഞ്ഞത് എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട്. കാരണം അദ്ദേഹത്തെ വീട്ടിൽ ചെന്ന് ക്ഷണിച്ചതാണ് അംബാനിയും കുടുംബവും, എന്നിട്ടും അദ്ദേഹം അതിൽ പങ്കെടുത്തില്ല. അപ്പോൾ ഈ രണ്ട് സംഭവങ്ങളും നമ്മൾ ശരിയായിട്ടൊന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് മാത്രമാണ് ഇതൊരു വീഡിയോ ടോപ്പിക് ആക്കിയത്. ഒന്നാമതായിട്ട്, മുകേഷ് അംബാനി 5000 കോടി രൂപ മുടക്കി വിവാഹം നടത്തിയത് തെറ്റോ ശരിയോ? നമ്മളിതിനെ ഒരു സാധാരണ മട്ടിൽ നമ്മുടെ യുക്തി ഉപയോഗിച്ച് ചിന്തിക്കുമ്പോൾ, അനലൈസ് ചെയ്യുമ്പോൾ, മുകേഷ് അംബാനിയെ ഒരാൾക്കും ഒരു വ്യക്തിക്കും കുറ്റപ്പെടുത്താൻ അധികാരമോ അവകാശമോ ഇല്ല. കാരണം അംബാനി ഒരു കോടീശ്വരനാണ്. ലോകത്തുള്ള ചുരുക്കം വമ്പൻ കോടീശ്വരന്മാരുടെ കൂട്ടത്തിൽ പെടുന്ന ഒരു വ്യക്തി. അദ്ദേഹത്തിന് അളവില്ലാത്തത്ര പണമുണ്ട്. അദ്ദേഹത്തിനെ സംബന്ധിച്ച് 5000 കോടി രൂപ എന്ന് പറയുന്നത് വെറും കശുവണ്ടി അല്ലെങ്കിൽ കപ്പലണ്ടി പോലെ നമ്മൾ പറയും. എന്നെ സംബന്ധിച്ച് 50 രൂപ എത്രയാണോ അത്ര പോലും ഇല്ല അംബാനിക്ക് 5000 കോടി രൂപ. അപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ച് അതൊരു സാധാരണ ചെലവ് മാത്രമാണ്. അദ്ദേഹം ചെലവഴിച്ചു. തന്നെയുമല്ല, അദ്ദേഹം ആ പണം ചെലവഴിക്കുകയാണ് ചെയ്തത്. അദ്ദേഹം കുറച്ച് നോട്ട് കെട്ട് കൊണ്ടുവന്നിട്ട് നാട്ടുകാരെ കാണിച്ച് കത്തിച്ച് കളയുകയൊന്നുമല്ല. മറിച്ച് അദ്ദേഹം വിവിധ സേവനങ്ങൾ അത് ഉപയോഗിച്ച് വാങ്ങുകയാണ്. സമൂഹത്തിലേക്ക് തന്നെ പണം ഡൈവേർട്ട് ചെയ്ത് വിടുകയാണ്. അദ്ദേഹം ഉണ്ടാക്കിയ പണം വിവിധ സേവനങ്ങൾക്ക്, ഉത്പന്നങ്ങൾക്ക് കൊടുക്കുമ്പോൾ, സ്വർണം വാങ്ങാനായാലും വസ്ത്രം വാങ്ങാനായാലും വാഹനം വാങ്ങാനായാലും എന്തിനു വേണ്ടി തന്നെയായാലും അദ്ദേഹം ചെലവഴിക്കുന്ന പണം മറ്റു കൈകളിലേക്ക് എത്തുകയാണ്. അപ്പോൾ അദ്ദേഹം യാതൊരു വിധത്തിലുള്ള തെറ്റും അങ്ങനെ നോക്കുമ്പോൾ ചെയ്തിട്ടില്ല എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും. പക്ഷേ നമ്മളതിലേക്ക് ധാർമ്മികത കൊണ്ടുവച്ച് കഴിഞ്ഞാൽ അവിടെ മാത്രം നമുക്ക് ചില പ്രശ്നങ്ങൾ കാണാൻ സാധിക്കും. ധാർമ്മികത നമ്മൾ ഈ സംഭവത്തിനോട് ചേർത്ത് വെക്കുമ്പോൾ എന്താണ് പ്രശ്നം? മുകേഷ് അംബാനി ഒരു കോടീശ്വരനായിട്ട് മാറിയത് എങ്ങനെയാണ്? ലോകത്ത് ഒരു കോടീശ്വരനും അയാളുടെ സ്വന്തം കഴിവ് കൊണ്ട് മാത്രം കോടീശ്വരനാകാൻ പറ്റില്ല, പ്രത്യേകിച്ച് ബിസിനസ്സുകാർ. കാര്യം, ഒരു ബിസിനസ് വിജയിക്കണമെന്നുണ്ടെങ്കിൽ, ഒരു ബിസിനസ് നടത്തിക്കൊണ്ട് പോകണമെന്നുണ്ടെങ്കിൽ നിരവധി ആൾക്കാരുടെ സഹായം ആവശ്യമാണ്. കൂടെ അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ആൾക്കാരുടെ സേവനം ആവശ്യമാണ്, ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ട് ആവശ്യമാണ്, ബാങ്കുകളുടെ സപ്പോർട്ട് ആവശ്യമാണ്. എല്ലാം കഴിഞ്ഞിട്ട് ഈ സമൂഹത്തിൻ്റെ സപ്പോർട്ട് ആവശ്യമാണ്. കാരണം ഇവരുണ്ടാക്കുന്ന ഉത്പന്നങ്ങളും സേവനങ്ങളും വാങ്ങി ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട്. അവരുണ്ടെങ്കിൽ മാത്രമേ ഇവർക്ക് കോടീശ്വരനാവാൻ പറ്റുകയുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ ഒരിക്കലും അവർക്ക് പറ്റില്ല. അപ്പം നമ്മൾ ചോദിക്കും, ഈ മുകേഷ് അംബാനിയുടെ കൂടെ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക്, അല്ലെങ്കിൽ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് അദ്ദേഹം ശമ്പളം കൊടുക്കുന്നുണ്ടല്ലോ? തീർച്ചയായിട്ടും കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹം എൻ്റെ ഉത്പന്നം നിങ്ങൾ വാങ്ങണം എന്നാരോടും പറയുന്നില്ല. ആൾക്കാർ അവർ ഇഷ്ടപ്രകാരം വാങ്ങി ഉപയോഗിക്കുകയാണ്. ഇങ്ങനെയൊക്കെ നമുക്ക് ന്യായം പറയാൻ പറ്റുമെങ്കിലും നമ്മൾ അതിലേക്ക് ധാർമ്മികത കൊണ്ടുവരുമ്പോൾ, ഒരു ബിസിനസ്സുകാരന് കോടീശ്വരനായിട്ട് മാറണമെന്നുണ്ടെങ്കിൽ അയാൾ അന്യായമായ രീതിയിൽ ലാഭം ഉണ്ടാക്കണം. ഈ ലാഭം ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഉത്പന്നത്തിന് യഥാർത്ഥ വില എത്രയാണോ അതിൽ കൂടിയ വിലയ്ക്ക് വിൽക്കുക. അന്നേരം മാത്രമേ അയാൾക്ക് ലാഭം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ആ ലാഭം വളരെ കൂടുതലാണെങ്കിൽ മാത്രമേ അയാൾക്ക് വലിയ കോടീശ്വരനാവാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അയാൾക്ക് സാധാരണ മട്ടിൽ ജീവിച്ചു പോകാൻ പറ്റും. അതായത് ഒരു ബിസിനസ്സുകാരൻ സമൂഹത്തോടുള്ള പ്രതിബദ്ധത കാരണം ബിസിനസ് ചെയ്യുകയും അദ്ദേഹത്തിൻ്റെ ചിലവിന് വേണ്ടിയും നിലനിൽപ്പിന് വേണ്ടിയും മാത്രം ലാഭമെടുക്കുകയും ചെയ്ത് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ ഒരിക്കലും അദ്ദേഹത്തിന് കോടീശ്വരനാവാൻ പറ്റില്ല. എന്നാൽ അതേ സമയത്ത് തന്നെ അദ്ദേഹത്തിൻ്റെ ബിസിനസ് മൂലം നമ്മുടെ രാജ്യത്തുള്ള നിരവധി ജനങ്ങൾക്ക് വില കുറച്ച് സാധനം കിട്ടും. കാരണം അദ്ദേഹം കൊള്ളലാഭം എടുക്കുന്നില്ല. കൊള്ളലാഭം എടുക്കാത്തത് കൊണ്ട് നമ്മുടെ സമൂഹത്തിന് അദ്ദേഹം വളരെ വലിയൊരു സേവനമാണ് ചെയ്യുന്നത്. ഒപ്പം അദ്ദേഹത്തിൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ആൾക്കാർക്കും അദ്ദേഹം സേവനം ചെയ്യും. അങ്ങനെ രണ്ട് തരത്തിലും അദ്ദേഹം സമൂഹത്തെ സേവിക്കുകയാണ്. എപ്പോൾ? വില ന്യായമാക്കി വെച്ചുകൊണ്ട് കൊള്ളലാഭം എടുക്കാതെ വ്യാപാരം ചെയ്യുമ്പോൾ. എന്നാൽ കൊള്ളലാഭം എടുത്ത് ബിസിനസ് ചെയ്തെങ്കിൽ മാത്രമേ ഒരു വ്യക്തിക്ക് കോടീശ്വരനാകാൻ പറ്റുള്ളൂ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം തൻ്റെ ബിസിനസ്സിലൂടെ ജനങ്ങളെ പിഴിയുന്നു, ജനങ്ങളിൽ നിന്നും അമിതമായിട്ട് പണമെടുക്കുന്നു. അപ്പോൾ അങ്ങനെ കോടീശ്വരനായിട്ട് മാറിയ ഒരു വ്യക്തി ഇത്തരത്തിൽ പാവപ്പെട്ട ആൾക്കാരുടെ മുമ്പിൽ വെച്ച് വലിയ ആഡംബരം കാണിക്കുമ്പോൾ അതിൽ ധാർമ്മികമായ ഒരു പ്രശ്നമുണ്ട്. അത് ധാർമ്മികമായ പ്രശ്നമാണ്. അല്ലാതെ നമ്മൾ സാധാരണ മട്ടിൽ ഒരു വ്യക്തി സ്വന്തമായിട്ടുണ്ടാക്കിയ പണം ചിലവഴിക്കുന്നു എന്ന ആംഗിളിൽ ചിന്തിച്ചാൽ ഒരു തെറ്റുമില്ല. എന്നാലും ഒരു കോടീശ്വരൻ ഞാൻ എങ്ങനെ കോടീശ്വരനായിട്ട് മാറി എന്ന് ശരിയായിട്ട് ചിന്തിച്ചാൽ ഞാൻ ഈ പറഞ്ഞ കാര്യം അദ്ദേഹത്തിന് ബോധ്യപ്പെടും. ഇനി ശ്രീ രാഹുൽ ഗാന്ധി എന്തുകൊണ്ടാണ് മുകേഷ് അംബാനിയുടെ കല്യാണത്തിൽ പങ്കെടുക്കാഞ്ഞത്? അദ്ദേഹത്തിന് മുകേഷ് അംബാനിയുടെ വല്ല വിരോധമുണ്ടോ? അദ്ദേഹത്തിന് മുകേഷ് അംബാനിയോട് യാതൊരു വിരോധവുമില്ല. മറിച്ച് രാഹുൽ ഗാന്ധി ഒരു പെർഫെക്റ്റ് പൊളിറ്റിക്കൽ ലീഡറാണെന്ന് നമ്മളെ ബോധ്യപ്പെടുത്തിയിരിക്കുകയാണ് ഈ ഒരൊറ്റ തീരുമാനത്തിലൂടെ. ഒരു രാഷ്ട്രീയ നേതാവ് അല്ലെന്നുണ്ടെങ്കിൽ ഒരു മത നേതാവ്, അവരുടെ മുമ്പിൽ എല്ലാ മനുഷ്യരും തുല്യരായിരിക്കണം.
ഇപ്പോൾ രാഹുൽ ഗാന്ധിയെ ശ്രീ മുകേഷ് അംബാനി വിവാഹത്തിന് ക്ഷണിച്ചു. നാളെ അദാനി ക്ഷണിക്കുന്നു. മറ്റന്നാൾ അമിതാഭ് ബച്ചൻ ക്ഷണിക്കുന്നു. അതിനടുത്ത ദിവസം മറ്റൊരു പ്രമുഖൻ ക്ഷണിക്കുന്നു. ഇവരുടെയൊക്കെ വിവാഹത്തിന് എല്ലാ പ്രമുഖരും പോകാറുണ്ട്. എന്നാൽ രാഹുൽ ഗാന്ധി ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളെയും റെപ്രസെന്റ് ചെയ്യുന്ന, പ്രതിനിധീകരിക്കുന്ന ഒരു നേതാവാണ്. അദ്ദേഹം ചിന്തിക്കുന്നത്, ഞാൻ ഇന്ന് മുകേഷ് അംബാനിയുടെ മകന്റെ കല്യാണത്തിന് പോയി കഴിഞ്ഞാൽ എന്നെ ഈ രാജ്യത്തുള്ള ഏത് വ്യക്തി കല്യാണത്തിന് വിളിച്ചാലും എനിക്ക് പോകേണ്ടി വരും. കാരണം എന്നെ സംബന്ധിച്ച് മുകേഷ് അംബാനിയും ഈ നാട്ടിലെ ഒരു കൂലിപ്പണിക്കാരനും അല്ലെങ്കിൽ ഏറ്റവും താഴെക്കടയിലെ വ്യക്തി എന്ന് പറയുന്നവർ പോലും തുല്യരാണ്. ഇദ്ദേഹത്തിൻ്റെ മകൻ്റെ കല്യാണത്തിന് മാത്രം ഞാൻ പോവുകയും അവിടെ പോകാതിരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അത് അനീതിയാണ്. അപ്പോൾ എനിക്ക് 140 കോടി ജനങ്ങളുടെയും വീടുകളിൽ അവരുടെ വിവാഹത്തിനോ ചടങ്ങുകൾക്ക് പോകാൻ പറ്റാത്ത കാലത്തോളം ഞാൻ ഇതിന് പോകാതിരിക്കുന്നതാണ് ശരി എന്ന തീരുമാനമാണ് അദ്ദേഹം എടുത്തത്. ഒരു രാഷ്ട്രീയ നേതാവ് അങ്ങനെയായിരിക്കണം. പണക്കാരുടെ പിന്നാലെ പോകാനാണ് ആധുനിക കാലത്ത് എല്ലാ നേതാക്കളും, എല്ലാ സിനിമാ താരങ്ങളും, എല്ലാ മത നേതാക്കളും ശ്രമിക്കുന്നത്. എവിടെയാണോ പണമുള്ളത് അങ്ങോട്ടേക്ക് അവർ പോകുന്നു. എന്നാൽ അങ്ങോട്ടേക്ക് പോകുന്ന ഒരു വ്യക്തിയല്ല ഞാനെന്നും, എന്നെ സംബന്ധിച്ച് ഈ രാജ്യത്തെ പണക്കാരനും പാവപ്പെട്ടവനും ഒരുപോലെ തന്നെയാണെന്നും രാഹുൽ ഗാന്ധി ഈ ഒരു ഒറ്റ സംഭവത്തിലൂടെ നമ്മെ മനസ്സിലാക്കി തന്നിരിക്കുകയാണ്. ഇങ്ങനെയുള്ള വ്യക്തികളാണ് രാഷ്ട്രീയത്തിൽ വരേണ്ടത്. ഇങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് ഇന്ത്യക്കാർ തിരസ്കരിച്ച് വിട്ടിരിക്കുന്നത്. ഇന്ത്യക്കാർ അറിയുന്നില്ല. അതായത് രത്നത്തിന്റെ വില എന്താണെന്നുള്ളത് നമ്മുടെ നാട്ടുകാർക്ക് അറിഞ്ഞുകൂടാ. അവർ പലപ്പോഴും മുക്കുപണ്ടത്തിന്റെ പിന്നാലെയാണ് പോകുന്നത്. രാഹുൽ ഗാന്ധിയുടെ ഈ ഒരൊറ്റ ഡിസിഷൻ മതി അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട് എന്താണെന്ന് മനസ്സിലാക്കാൻ. ഇദ്ദേഹത്തെ പോലെയുള്ള നേതാക്കളായിരിക്കണം നമ്മുടെ രാജ്യം ഭരിക്കേണ്ടത്. താങ്ക് യു.